ഹായ് ഫ്രണ്ട്സ്, ഒരു ചിക്കൻ റോസ്റ്റാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് കേട്ടോ. എനിക്ക് നല്ലപോലെ വീഡിയോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. മോള് വഴക്കായിരുന്നു. അതുകൊണ്ട് എന്താ പറയുക, കംപ്ലീറ്റ് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇടയ്ക്കൊക്കെ ഇതായിട്ടുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചാണ് കാണിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. 2 ചെറിയ തക്കാളി മുറിച്ചാണ് അത് കാണുന്നത്. നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. സത്യം പറഞ്ഞാൽ അതാണ്. ഇൻഡക്ഷൻ കുക്കറിലാണ് ചെയ്യുന്നത് കേട്ടോ. മോള് വഴക്കിടുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ പോലും പറ്റിയിട്ടില്ല. നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് എണ്ണയിലോട്ടിട്ടിരിക്കുന്നത്. അത് നല്ലപോലെ വഴണ്ട് വരുമ്പോഴാണ് സവോള ചേർക്കുന്നത്. കറക്റ്റായിട്ടൊന്നും വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇതിനകത്തൊരു ഇത് വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ പച്ചമുളക് എന്താ പറയുക, മോള് വഴക്കിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റില്ല, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ പച്ചമുളക് ഞാൻ അറിയാതെ അങ്ങ് എടുത്തിട്ട് നമ്മൾ വഴക്കിട്ടപ്പോഴേ നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെയ്യണം കേട്ടോ. ഇനി അതൊന്ന് വഴണ്ടിട്ട് വേണം സബോള ഇടാനായിട്ട്. ഗരം മസാല, അതേപോലെ തന്നെ 2 പൊടികൾ ഞാൻ സത്യത്തിൽ ഗരം മസാല ലാസ്റ്റാണ് ഇട്ടത്. പക്ഷേ ഗരം മസാല ചേർക്കേണ്ട സമയത്ത് തന്നെ ഇടണം കേട്ടോ. എനിക്കതിനും പറ്റിയിട്ടില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളക്, കരിവേപ്പില ഇതൊക്കെ ആവശ്യമാണ്. നേരത്തെ ഇത് കാണിക്കാൻ മറന്നു, അതാണ് ഞാനിപ്പോൾ ഇതെടുത്തേ. ഓക്കെ, സവോള നമ്മൾ അതിലോട്ട് ആഡ് ചെയ്യുകയാണ്. ഈ സവോള നല്ലപോലെ ബ്രൗൺ നിറമാണ്. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നല്ല ബ്രൗൺ നിറത്തിലാവണം കേട്ടോ. ശരിക്കും എന്നാൽ മാത്രമേ നമുക്കത് അതൊരു ഇതായി കിട്ടുള്ളൂ, ഗ്രേവി നല്ലതായിട്ട് കിട്ടുള്ളൂ. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എനിക്ക് സത്യത്തിൽ വീഡിയോ ഒന്നും ചെയ്യാൻ അറിയില്ല. പിന്നെ ജസ്റ്റ് ഒന്ന് നോക്കിയതാട്ടോ. എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ എല്ലാവരും. ഒരു കൈ മോളും ഒരു കൈ ഫോണും. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം കേട്ടോ. ഞാനിവിടെ മുളകുപൊടിയൊക്കെ കുറവാണ് ചേർക്കുന്നത്. എൻ്റെ കുഞ്ഞുങ്ങൾ കഴിക്കേണ്ടതുകൊണ്ടേ. പക്ഷേ ഇതിനൊക്കെ ചിക്കൻ റോസ്റ്റ് ആകുമ്പോൾ ഇത്തിരി എരിവൊക്കെ ഉള്ളത് ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. കംപ്ലീറ്റ് ആ സവോള ആ എണ്ണയിൽ കിടന്ന് നല്ലപോലെ വഴറ്റണം. ഗരം മസാല സത്യം പറഞ്ഞ പൊടി ലാസ്റ്റാണ് ഞാനത് മറന്നുപോയി ഞാനത് ആഡ് ചെയ്യാനായിട്ട്. നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് പൊടികൾ ചേർക്കണം കേട്ടോ. ഞാൻ ഉപ്പാണ് ഇട്ടത്, പെട്ടെന്ന് വഴറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ഇതേ കണ്ടില്ല, ഞാൻ പറഞ്ഞില്ലേ ഞാൻ പച്ചമുളക് അരിയുണ്ട്. മോള് കരഞ്ഞപ്പോഴാണ് അങ്ങനെ പെട്ടെന്ന് സംഭവിച്ചത്. ഞാൻ പെട്ടെന്ന് അങ്ങ് എടുത്തിട്ട് പോയി. പിന്നെ അത് പിന്നീടാണ് അത് മാറ്റിയതെടുത്തത്. ഓക്കെ, അങ്ങനെ തക്കാളി, സവോളയും നമ്മുടെ
കരിവേപ്പിലയെല്ലാം നല്ല രീതിയിൽ വഴണ്ട് വന്നിട്ട് വേണം ചിക്കൻ എടുത്തിടാൻ. സോറി, ചിക്കനല്ല, പൊടികളിട്ടിട്ട് വേണം ചിക്കൻ എടുത്തിടാൻ. ഓക്കെ, ആദ്യം മഞ്ഞൾപ്പൊടിയാണ് എഴുതേണ്ടത് കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആ മഞ്ഞൾപ്പൊടി നല്ല രീതിയിൽ അതിൽ കിടന്ന് നന്നായിട്ട് വേവണം. അതിൻ്റെ ആ പച്ചപ്പ്, ആ ഒരു ഇതൊക്കെ അങ്ങ് മാറണം കേട്ടോ. ഞാൻ പിന്നെ പെട്ടെന്ന് ഇതങ്ങ് ചെയ്തതേ ഉള്ളൂ, മോള് വഴക്കിട്ടോണ്ട്. മല്ലിപ്പൊടിയാണ് കേട്ടോ, 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട്, 1.5 സ്പൂൺ ഇട്ട് കേട്ടോ മല്ലിപ്പൊടി, 1.5 സ്പൂൺ ഇട്ട് മല്ലിപ്പൊടി. മല്ലിപ്പൊടിയുടെയും ആ ഒരു പച്ചപ്പൊക്കെ ഒന്ന് മാറണം. ഈ സമയത്താണ് ഗരം മസാല ചേർക്കേണ്ടത്. പക്ഷേ ഗരം മസാല ഞാൻ ചേർക്കുന്ന കാര്യം വിട്ടുപോയി, കാരണം മോൾ അതുപോലെ വഴക്കായിരുന്നു. അതുകൊണ്ട് ഞാനത് ലാസ്റ്റാണ് ചേർത്തത് കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ ഈ സമയത്ത് ചേർക്കണം. ഓക്കെ, അത് കാശ്മീരി ചില്ലിപ്പൊടി കേട്ടോ, കാശ്മീരി ചില്ലിപ്പൊടിയാണ് ഇട്ടത്. ഫോണിന് കയറിയിട്ട് പിടിക്കുകയാണ്, അതാണ് അങ്ങനെ ആകുന്നത്. ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ഇട്ടു കേട്ടോ. ഇനി നമ്മുടെ ഇത്തിരി എരിവുള്ള മുളക് പൊടി കേട്ടോ ഇപ്പോൾ ഇടാൻ പോകുന്നത്. ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയായിട്ട് കേട്ടോ. ചിക്കൻ റോസ്റ്റൊക്കെ ആകുമ്പോൾ നല്ലപോലെ ഇത്തിരി എരിവൊക്കെ മുന്നിട്ടേക്കണം. പക്ഷേ ഞാൻ പിന്നെ ഇത്തിരി കുറവായിട്ട് മക്കൾ കഴിക്കേണ്ടതുകൊണ്ടേ കുറവാണ് ഇട്ടത്. അത് കുരുമുളക് പൊടി കേട്ടോ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. അതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യണം.
നന്നായിട്ട് വഴറ്റണം കേട്ടോ. അത് ആ പൊടികളെല്ലാം അതിൻ്റെ പച്ചപ്പെല്ലാം മാറ്റണം. ചെറിയ തീയിൽ സിമ്മിൽ വെക്കണം. ഞാൻ ഇൻഡക്ഷൻ കുക്കറിലായതുകൊണ്ടേ 300-ലാണ് വെച്ചിരിക്കുന്നത്. ഈ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മൾ അതിനകത്തോട്ട് ഇടുക കേട്ടോ. അതിന് പോലും മോള് സമ്മതിക്കുന്നില്ല. താഴെ കിടന്നുകൊണ്ട് വലിക്കൊണ്ട് ഫോൺ വേണോ, അതിനാണ്. വേറൊരു പാത്രത്തിലോട്ട് ഇടുക. ഓക്കെ, ഇങ്ങനെ നമ്മുടെ ചിക്കൻ അതിലോട്ട് ആഡ് ചെയ്യണം. ആവശ്യത്തിന് വേണ്ട ഉപ്പും ഇടണം കേട്ടോ ഈ സമയത്ത്. ഒരു കിലോ ചിക്കനാട്ടോ ഇത്. 1 കിലോയുടെ മുകളിലുണ്ടെന്നോ. 1 കിലോയുടെ മുകളിലുണ്ട് കേട്ടോ ചിക്കൻ. അത് നല്ലപോലെ എനിക്ക് എന്താ പറയുക, കൂട്ടി യോജിപ്പിക്കാൻ പറ്റണില്ല. കാരണം ഒരു കൈ ഫോണ്, താഴെ മോള് നിൽക്കുകയാണ്. എന്നിട്ടാണിപ്പോൾ അങ്ങനെ അത് കറക്റ്റായിട്ട് വേവിക്കാൻ വെച്ചു കേട്ടോ. കറക്റ്റിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം. ഞാൻ ഗരം മസാല ഇടാൻ മറന്നുപോയി. ഞാൻ ഈ സമയത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഓക്കെ, നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് വേവിക്കണം. ഇങ്ങനെ അത് മൂടി വെച്ച് കുറച്ച് നേരം വേവിക്കണം കേട്ടോ, മൂടി വെച്ച്. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണേ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വീഡിയോസൊന്നും ചെയ്യാൻ അറിയില്ല. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, അങ്ങനെ നമ്മുടെ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണേ. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്, എനിക്ക് വീഡിയോ ചെയ്യാൻ അറിയില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, പൊടികളോട് ഇടുന്ന കാര്യം ഞാൻ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഓക്കെ.